ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഈ ഒരു വീഡിയോ ശരിക്കും നമ്മളൊക്കെ കണ്ണ് നിറയ്ക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നത്. പുള്ളി അയച്ചു ഒരു 2-3 വോയിസൊക്കെ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു നോട്ടം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഈ ഒരു ഓട്ടം എന്നുകൂടെ ഞാനത് വെച്ച് തരാവേ. ആ തല കൊണ്ടുള്ള ഇത് കണ്ടോണേ, നോക്കിയേക്കണെന്നുള്ള ഇതായിരിക്കും. ഓക്കെ, ഇതെൻ്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തന്നെ. അപ്പോൾ ഞാൻ ആദ്യം വോയിസ് കേട്ടില്ല, ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ എന്തോ പോലെ എനിക്ക് ചിരിയും സന്തോഷവും എന്തോ പോലെ. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരുടെയും കൂടെ വോയിസ് കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ കിളി പോയി. പുള്ളി ഇങ്ങനെ സംസാരിക്കുന്നൊരു വ്യക്തിയല്ല. ഓക്കെ കേട്ടോ, മനുഷ്യൻ്റെ ആ സന്തോഷവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ അനുഭവം ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. BBയിലാണെങ്കിൽ പോലും കുറേ കാര്യങ്ങൾ അല്ലാതെ സംസാരിക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്ന് ഇത് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ ഞാൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ. ഓക്കെ, ഇതാണ് ആ പയ്യൻ. പുള്ളി സൺ TV-യിലൊക്കെ പ്രോഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നെ, സൺ TV-യിലൊക്കെ. പിന്നെ ലവനാണോ ഇത് ഇവൻ എന്നുള്ള രീതിയിൽ 10-27 വയസ്സ് കണ്ടോളം തോന്നുന്നു. പുള്ളി അത്ര പ്രായം കുറവാങ്ങാണ്ടാണ്, അനുമോളെക്കാളും കുറവാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് കല്യാണത്തിലോട്ട് പോകാം. പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അനീഷിൻ്റെ ഫാൻസാണോ തങ്കച്ചൻ്റെ ഫാൻസാണോ എന്ന് എനിക്കറിയില്ല. തങ്കച്ചനെ ചതിച്ച് പറ്റിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരു സൈഡിൽ കൂടെ കുറേ ആൾക്കാർ, ഇപ്പുറത്തെ സൈഡിൽ കൂടെ അനീഷ് ആർമി എന്ന് പറഞ്ഞ കുറേ നാറികൾ. അത് പിന്നെ ഞാൻ അന്നും അവന്മാരെ തന്തയ്ക്കും തളയ്ക്കും വിളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഓക്കെ, അതിലോട്ടൊന്നും ഞാനിപ്പോൾ വരുന്നില്ല. നമുക്ക് ഈ കല്യാണമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഒരു സഭ്യ. എന്തായാലും സന്തോഷം, ഈ ഒരു കല്യാണം കണ്ട് സന്തോഷം. ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈക്കും എനിക്കൊരു ഹൈപ്പും കൂടെ തന്നേരും. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതാണ് കല്യാണവും കാര്യങ്ങളും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ വ്ളോഗ് ഉണ്ടായിരുന്നു പുള്ളിയുടെ, എൻ്റെ കല്യാണമാണെന്നും പറഞ്ഞിട്ടുള്ള, രാവിലത്തെ ഞാൻ തോന്നുന്നു. അതും കൂടെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ച് തന്നേക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ അതിൻ്റെ താഴെ വരുന്ന കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടേ വിട്, ഓരോന്നൊക്കെ എന്തിനാ ഇപ്പോൾ പൊക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങ് വിട്ടേരി, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കുറേ ആൾക്കാർ വന്നിട്ട് തങ്കച്ചനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് അമ്മാതിരി കമൻറ്റുകൾ. പിന്നെ അനീഷ്, ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം, ആ നാറിയെ വെച്ച് എന്തിനാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്? അവൻ ആരാ എന്താണെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയാവോ? അവൻ എന്ത് രീതിപ്പെട്ടവനാണെന്ന് പറയാൻ നമുക്ക് നല്ല രീതി അറിയാം. നമ്മൾ അതിനെക്കുറിച്ച് കുറേ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലൊരു ഫേക്കിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആൾക്കാരെ പറ്റിച്ച പാവപ്പെട്ടവരുടെ പേരും പറഞ്ഞിട്ട്, അതായത് സാധാരണപ്പെട്ടവൻ പറഞ്ഞ് വോട്ട് മേടിച്ചിട്ടാണ് അവൻ അവിടം വരെ എത്തിയത്. നിങ്ങളെപ്പോലെ കുറേ മണ്ടന്മാരുണ്ട് ഇപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്യുന്നത്. അവൻ അന്ന് അവളെ പ്രപ്പോസ് ചെയ്യുന്നത് എന്തിനാന്ന് പോലും എനിക്ക് പിന്നെ മനസ്സിലായതാണ്.
ഞാനത് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് നെഗറ്റീവായിട്ടുള്ള, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് പ്രപ്പോസ് ചെയ്തത് മാത്രമേ ഉള്ളത്. അതൊരു മനുഷ്യനും അറിയത്തില്ല. ഓക്കെ, അതൊക്കെ വിട്, ഇതൊന്ന് കാണും. എന്റെ കല്യാണമാണ് പുള്ളി അങ്ങനെ സർപ്രൈസ് നിൽക്കത്തില്ല, പെട്ടെന്ന് ഒരിക്കൽ തന്നെ വിടുന്നേട്ടാ. രാവിലെ തന്നെ പുള്ളിയുടെ വ്ലോഗും എല്ലാവർക്കും പറയുമ്പോ ഇന്നലെ ഞാനൊരു ബ്രൈറ്റ് ടു ബിയുടെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ട്രഡീഷണൽ വീഡിയോ. അപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പേരെങ്കിലും അറിഞ്ഞു കാണും എന്താണെന്നുള്ളത്. അതെ, ഇന്നെന്റെ കല്യാണമാണ്. അതെ, ഇന്നെന്റെ കല്യാണമാണ്. അതെ, എനിക്ക് എന്താ പറയണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. 5:45 കല്യാണം. അപ്പൊ 5 മണിക്ക് മുന്നേ അവിടെ എത്തണം. അതിന്റെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റൈലിസ്റ്റ് അമൃതയുണ്ട്, സിജന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് ഞാൻ കുറെ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, കല്യാണം എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല, എന്താ കുറച്ചുപേര് പറയുന്നു ശരിക്കും പറയാതെ ഇപ്പൊ പെട്ടെന്ന് പറയുന്നതാണ് സർപ്രൈസ് എന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാർ പറഞ്ഞു എന്താ പറയാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. മീഡിയക്കാരൊക്കെ ചോദിച്ചപ്പോ കല്യാണം ഇല്ല അടുത്ത വർഷമുള്ളതൊക്കെ എന്തിനാ കള്ളം പറഞ്ഞത്. ഒരു സർപ്രൈസ് ആയിരുന്നു. അത് മാത്രമല്ല പറയാൻ നമ്മുടെ ലൈഫിലൊരു വലിയൊരു ബിഗ് ഡേ ആണല്ലോ. അപ്പം അത് പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരും പറഞ്ഞ് നടക്കണം അങ്ങനെ എനിക്ക് തോന്നിയില്ല. ഒന്ന് വെച്ചാൽ നല്ലതാണ്, ചിലപ്പോൾ വള്ളി കിട്ടും, അത് സ്വാഭാവികമാണ്, ഊഹിക്കാനേ ഉള്ളൊരു കാര്യമുള്ളൂ. കാരണം ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഒരു റിലേഷൻഷിപ്പും ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സാധാരണപ്പെട്ട എല്ലാ മലയാളികളാണെങ്കിലും ഇപ്പോൾ എല്ലാ വീട്ടുകാരാണെങ്കിലും പരമാവധി ഉള്ള കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്തേ വെക്കാറുള്ളൂ. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അനുമോടെ വീഡിയോയിൽ അനുഭവക്ക് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് നിങ്ങൾക്ക് ഇട്ട് തന്നത്. ഇതൊരു എന്താ പറയുക സർപ്രൈസ് ആയിട്ട് വെക്കാന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരുടെയും ആഗ്രഹത്തിന് പുറത്ത് മാത്രമല്ല എല്ലാവരും എന്നോട് പറയാറുണ്ട് അനുമോളുടെ കല്യാണം എന്നതിന് ചോദിക്കാറുണ്ട്. അതെ, ഇന്നാണ് ആ ദിവസം. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്റെ നല്ലത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരും അനുഗ്രഹം തരാ അല്ലേ. അതെ അതെ അതെ. അപ്പം ഇന്ന് ഗുരുവായൂർ വെച്ച് കല്യാണമാണ്. അപ്പം നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഇപ്പൊ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ കുളിച്ച് വന്നിരുന്നിട്ടേ ഉള്ളൂ. അപ്പൊ മേക്കപ്പ് ചെയ്യാം. നേരത്തെ എത്തിയത് കൊണ്ട് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇനി അതൊക്കെ വെച്ച് വെറുതെ സമയം കളയുന്നില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് തരാനുണ്ടേ. വിശേഷങ്ങൾ നല്ല വിശേഷങ്ങളാണ്. ചിങ്ങ 1 എല്ലാവർക്കും അതെ എന്റെ കല്യാണം വന്നു. എല്ലാവരും എന്റെ കല്യാണത്തിന് വരണം. അതാണ് എന്റെ പുതിയ വിശേഷം. കല്യാണം നാളെ എന്റെ കല്യാണം. ഓക്കെ, ഗ്യാസ് കാര്യമനെ ഒന്നും കണ്ടില്ല കല്യാണത്തിനൊക്കെ. ഓക്കെ, എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ കൂടെ വെക്കാം. അയാൾ പറഞ്ഞു സോഷ്യൽ മീഡിയ എല്ലായിടത്തും കാണുന്നുണ്ട്. എവിടുന്നാ വരൻ അനുമോള് പറയുമ്പോൾ ആണല്ലേ അറിയാനുണ്ടല്ലേ. എനിക്കറിയാം, എനിക്ക് അനുമോളെ കല്യാണം കഴിക്കാൻ പയ്യനാണ്. ഞാൻ പിന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് അവരുടെ ഫ്രഷസ് മൂവ്മെന്റ് ആണ്. അവരുടെ മാരേജ്, അവരെങ്ങനെ പരിചയപ്പെട്ടു, അല്ലെങ്കിൽ അവരെ ആരാണ് ചെക്കൻ്റെ പേര്, അതെല്ലാം കല്യാണത്തിന് അന്ന് റിവീൽ ചെയ്യുമ്പോൾ ആ ഒരു മാരേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രഷസ് മൂവ്മെന്റ് മറ്റുള്ള ആളുകൾക്ക് ഇൻട്രസ്റ്റ് ആവും. എന്നാലും ഫീൽഡ് ഏതാണ്? അയാൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു മനുഷ്യനാണ്, ഒരു ആൺകുട്ടിയാണ്. കാണാൻ ഭംഗിയുള്ള, ഞാൻ പറയുന്നത് നല്ല കാണാൻ ഇവരെ ഇട്ടാക്കുവാന്ന് തോന്നുന്നു കേട്ടാ. എത്ര പറഞ്ഞു ബാക്കി നിങ്ങൾ കല്യാണ ഫോട്ടോ അല്ല ഞാൻ ചോദിക്കുന്നത്. ഈ ആക്റ്റീവ് ഫീൽഡ് ആണോ? അയാൾ അങ്ങനെ നടന്നൊന്നുമല്ല, ബിസിനസ്സും അല്ല. അയാൾ നിങ്ങൾ കാണാൻ മനസ്സിലാവും. അയാളൊരു ജോലി ചെയ്യുന്നൊരു മനുഷ്യനാണ്. ജോലി ചെയ്യുന്ന ജോലി. ഇത് എന്തെങ്കിലും മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് കാണണേ. വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. സത്യമാണോന്ന് കൺഫേം ചെയ്യാനാ കല്യാണം. കുറെ വർഷങ്ങളായിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കല്യാണം 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 അനുമോളുടെ കല്യാണം അനുമോളുടെ കല്യാണം. അപ്പോ അതെ, ആ ഒരു അനുമോളുടെ കല്യാണമായി. ഓഗസ്റ്റ് 18 എന്റെ മാരേജ്, അതായത് നാളെ. അതെ, ഞാനിത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ആദ്യമേ പൊട്ടിപ്പൊളിച്ച് നടന്ന നമ്മുടെ ലൈഫിൽ എന്റെ ഒരു ബിഗ് ഡേ ആണ് എന്റെ കല്യാണം എന്ന് പറയുന്നത്. അപ്പൊ അത് ആദ്യം എനിക്ക് പൊട്ടിപ്പൊളിച്ച് നടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എന്താ പറയുന്നത് സന്തോഷമാണ്. വീട്ടുകാരും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ സന്തോഷമാണ്. ഗുരുവായൂർ വെച്ചിട്ടാണ് കല്യാണം, നാളെ രാവിലെ. കുറെ കാര്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ സക്സസ് ആവുന്നതും നമ്മളെ രക്ഷപ്പെടുന്നതും പല ആൾക്കാർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവൻ വളർന്നു വരുന്നത് നോക്കുമ്പോൾ അവൻ എങ്ങനെ അടിച്ച് താഴെയിടാമെന്നുള്ളൂ ആൾക്കാർ ശ്രമിക്കുന്നുള്ളൂ. ഞാനും പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ
ഞാൻ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യുമായിരുന്നു. എന്നിട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ. പിന്നീട് മനസ്സിലായി നമ്മൾ ഈ പറയുന്ന ആൾക്കാർ നമ്മുടെ പതനം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാം ഒന്ന് അച്ചീവ് ചെയ്തിട്ട് മാത്രമേ ഇതൊക്കെ പറയാവുള്ളൂ. ആ കാര്യത്തിൽ പുള്ളിക്കാരി ഡീസൻ്റാണ്. പുള്ളിക്കാരി അത് കറക്റ്റായിട്ട് അത് പാലിച്ചു. പണ്ട് അവൾ പാലിക്കത്തില്ലായിരുന്നു. പിന്നെ അനുമോള് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. കിട്ടുന്ന പൈസ മുക്കി മൊത്തം സ്വർണം മേടിച്ച് വെക്കുക, ഇതൊക്കെ തന്നെ. ഈ ഒരു അന്നത്തെ ഒരു ചെറുപ്രായത്തിൽ തന്നെ പുള്ളിക്കാരി എല്ലാം പുള്ളിക്ക് വേണ്ടി എല്ലാം സെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണ് ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്തത്. അതിൻ്റെ സീനും കാര്യങ്ങളൊക്കെ പിന്നെ വേറെ രീതിയിൽ പോവുകയും ചെയ്ത് ബിഗ് ബോസ് വെച്ച് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തതാണ്. ഇന്ന് ആ അച്ഛൻ്റെ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് ശരിക്കും എന്താ പറയണ്ടേ, ആ മനുഷ്യന് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ കുടുംബത്തിനാണെങ്കിൽ പോലും ഈ ഒരു മകളുടെ കാര്യത്തിലാണ് അവളെല്ലാത്തിനും കിടന്ന് ഓടുകയും ചാടുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്കൊരു നല്ലൊരു ഭാവി കിട്ടാൻ വേണ്ടി ആ അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെടുകയൊക്കെ ചെയ്തതാണ്. അതുകൊണ്ടായിരിക്കും പരമാവധി ഇവർ ഹൈഡ് ചെയ്ത് വെച്ചതും പല കാര്യങ്ങളും. ഇന്ന് അച്ഛൻ്റെ ആ കണ്ണ് നിറഞ്ഞും ആ നോട്ടമൊക്കെ കാണുമ്പോൾ തന്നെ അത് തന്നെ ഞാനിപ്പോഴും അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പം അച്ഛനും മോളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ അനുമോടെ കുറച്ച് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഴയതിൻ്റെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് പോവാം. എന്താ പറയാനുള്ള പുതിയതായിട്ട് വരാൻ പോകുന്ന സീസൺ, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നവര് അവരോടൊക്കെ ഒരു കൊടുക്കാനുള്ള ഒരു മോർണിംഗ്? ഏത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. പിന്നെ എന്താ പറയാ, നന്നായിട്ട് അവിടെ നിൽക്കുക. 100 ദിവസം തന്നെ നിന്നിട്ടേ പോകൂ. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നിർത്തത്തില്ല. നമ്മൾ എന്തെങ്കിലും അനുമോക്ക് ഒരു ദിവസം 75,000 രൂപയാണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു ദിവസം 75,000 രൂപയോളം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ PR വർക്കിന് 10-16 ലക്ഷം രൂപയോളം പുള്ളിക്കാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കറക്റ്റ് കാര്യങ്ങൾ, എനിക്ക് അപ്ഡേറ്റ് ആയിട്ട് എനിക്കറിയാവുന്നൊരു കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ PR ബിനു നമുക്കറിയാം, ഞാൻ പുള്ളിയായിട്ട് നല്ല കൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ബിഗ് ബോസിലെ അനുമോടെ ഒരു വിജയത്തിൻ്റെ പങ്ക് പുള്ളിക്കാരനുമുണ്ട്. ൊക്കെ അവിടെ പെർഫോമൻസ് ചെയ്യുക. അതിനിപ്പോ വെറുതെ പോയി അവിടെ ചെന്ന് വഴക്കുണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അറിയാനുമല്ല നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ. കാരണം അവിടെ 150 ക്യാമറ അല്ലെങ്കിൽ 200 ക്യാമറ ഉണ്ടെങ്കിലും 100 ക്യാമറ ഉണ്ടെങ്കിലും അവിടെ ഉറക്കൊഴിഞ്ഞിരിക്കുന്ന കുറെ ക്യാമറ ചേട്ടന്മാരുണ്ട്. അവര് നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു പെർഫോമൻസ് അവിടെ കൊടുക്കണം അവർക്ക്. എന്ന് വെച്ചാൽ വെറുതെ ഒരു കണ്ടന്റ് ചെന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കി കൊടുക്കണമെന്നല്ല പറയുന്നത്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഒരു പുതിയ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ജീവിക്കുക, അങ്ങനെ ജീവിച്ചു പോവുക. ഒരു മൂലയിൽ പോയി മിണ്ടാതിരിക്കാനോ ഒന്നും പാടില്ല. നമുക്ക് നാവുണ്ട്, നമുക്ക് എന്തും സംസാരിക്കാം. ചീത്തൊന്നും വിളിക്കരുത്, അത്രേ ഉള്ളൂ. എന്തും സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ഫുൾ ടൈം സംസാരിച്ചോണ്ടിരിക്കുക. ബോയ്ഫ്രണ്ട് വിളിക്കുന്നുണ്ട്? ഇല്ല, മഞ്ജുവാ പോണത്. മഞ്ജീഷിന പേര്? ഇല്ല, മഞ്ജു. അല്ല, ഞാൻ ഇപ്പൊ 1 സെക്കൻഡ്. ഹലോ ഹലോ, അയ്യോ മഞ്ജു വാര്യർ. ഹലോ മഞ്ജു, ഞാൻ തിരിച്ചു വിളിക്കാമേ. ഒരു പ്രോഗ്രാമിൽ ഇരിക്കുക. അടുത്ത ബോയ്ഫ്രണ്ട്? അത് വേറൊരു ടീമാ. ഇവിടെ വന്നിട്ടുണ്ടോ? ഓക്കെ, ഇങ്ങോട്ട് പോഡ്കാസ്റ്റിന്റെ ഇടയിലും അതെ സ്റ്റെപ്പിൽ കൂടെ കയറി വന്നോളൂ. അനു, എങ്ങനെയുണ്ട് എന്റെ സെറ്റിൽ വന്നിട്ട്? എങ്ങനെയുണ്ട് പ്രോഗ്രാമിന്റെ പേരൊക്കെ? ഓക്കെ, അടിപൊളി. എന്റെ കുറച്ച് ബാധ്യതകൾ പുള്ളിയെടുത്ത് സംസാരിച്ചു. അതിന് പുള്ളി പൈസ ഇങ്ങോട്ട് തരാം അങ്ങനെ പോകണത്. അപ്പം സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഈ അനു ആണ് ബിഗ് ബോസിൽ പോകുന്നുണ്ടെങ്കിൽ ഈ അനുവായിട്ട് നിന്ന് ഞാൻ ഒരു 30% അനുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാം, ബാക്കിയെല്ലാം അനുവിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണ് പുള്ളിനെ വിടുന്നത്. ഭയങ്കര സപ്പോർട്ട് ചെയ്ത് പുള്ളി അങ്ങോട്ട് വിട്ടിട്ട് ബാക്കി അനുവിന്റെ കയ്യിലാണ്, അനുവായിട്ട് എന്നെ പോയി നിൽക്കൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. പുള്ളി ഫുൾ സപ്പോർട്ടും തന്നിട്ടാണ് എന്നെ വിടുന്നത്. വേറെ ഒന്നും പഠിപ്പിക്കാനൊന്നും നിന്നില്ല. എനിക്ക് പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോഴൊന്നും PR പറ്റി ആലോചിക്കുന്നില്ലല്ലോ. അപ്പൊ അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്ക് PR ഉണ്ടോ? എനിക്ക് PR ഉണ്ട്. ഞാൻ അയാളുടെ പേരും പറയുന്നുണ്ട്. പക്ഷെ ഈ PR എന്ന് പറഞ്ഞ സംഭവം ഇത്ര വലിയ സംഭവം എന്നുള്ള കാര്യമൊക്കെ പിന്നെ ഞാൻ അറിയുന്നത്. പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ PR പറഞ്ഞു വിടാൻ പറയണമായിരുന്നു. PR കാര്യം പറയാൻ പാടില്ല എന്നുള്ളത് ഞാൻ പറയില്ലായിരുന്നു. ഇവർക്കൊക്കെ കൊള്ളുന്നതാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. കാരണം എന്റെ PR അവർക്ക് കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻ കാര്യങ്ങളാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. സാരമില്ല, കപ്പ് കിട്ടിയില്ലേ? എന്തായാലും കപ്പ് വീട്ടിലിരിക്കുകയാണ്. പുതിയ സീസണിൽ ആർക്ക് കപ്പ് കിട്ടുന്നുള്ളത് അനീഷിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമം വരുവാണ്. കുഴപ്പമില്ല, അനു പറ. അപ്പൊ പുള്ളി ഹോൾഡ് ചെയ്തു. അപ്പൊ എനിക്ക് ടൈമില്ല, ഇനി തുടങ്ങാൻ 2-3 ദിവസം കൂടി ഉള്ളൂ. അപ്പൊ ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞു ചേട്ടൻ എന്നെ കൈവിടരുത് എന്ന് ഞാൻ ഇങ്ങനെ താഴ്ന്നു. ഞാൻ അപേക്ഷിച്ചു. ഇത് പറയാൻ എനിക്കൊരു നാണമില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് PR വേണം. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പറയുമ്പോൾ സ്റ്റാർ മാജിക്കിന്റെ ഫാൻസ് തരാം. പഠിക്കുന്ന പിള്ളേരാണ്, സ്കൂൾ കുട്ടികൾ, കോളേജ് പിള്ളേര്, അവർക്ക് ജോലിയുണ്ട്. അപ്പൊ എനിക്ക് വേണ്ടി 24 മണിക്കൂറും ഇരുന്ന് കാണുന്നവർ വളരെ കുറവായിരിക്കും. ചേട്ടാ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം ചേട്ടാ, എനിക്ക് പേടിയെന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു. അപ്പൊ ചേട്ടൻ അത് സംസാരിച്ചപ്പോ തന്നെ എന്റെ കുറെ സംസാരിച്ചപ്പോ തന്നെ പുള്ളിക്ക് ഒരു എളിമ തോന്നിയിട്ട് പുള്ളിയെ നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ സംസാരിച്ചപ്പോ പുള്ളി പറഞ്ഞു അനുവിന് PR ആവശ്യമില്ല, അനുവിന് ഓൾറെഡി ഫെയിം ഉണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ ഫെയിം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയോട് സംസാരിച്ചപ്പോ പുള്ളി പറഞ്ഞു
നോക്കട്ടെ, എനിക്ക് കുറെ വന്നിട്ടുണ്ട്, ഞാൻ പറയാന്ന് പറഞ്ഞു. പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ശരി നമുക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എന്റെ തന്നെ എടുത്തത്. ഭീമമായ തുക കൊടുക്കേണ്ടി വന്നോ? ഇല്ല, അങ്ങനെ കൊടുക്കും. പുള്ളി ഒരു എമൗണ്ട് പുള്ളി മുന്നത്തെ ചെയ്ത് വെച്ചതനുസരിച്ച് ഒരു വലിയ എമൗണ്ട് എടുത്തപ്പോൾ ഞാൻ തന്നെ ഷോക്കായി പോയി. ചേട്ടാ ഞാൻ പറഞ്ഞു ഈ ഒരു എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് ഈ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വീടിന്റെ ലോണും കാര്യങ്ങളൊക്കെ ഞാൻ അടയ്ക്കുവാൻ. ഓ, എന്തായാലും ഒരു ദിവസം 75,000 രൂപ വെച്ച് കിട്ടുകയൊക്കെ ചെയ്യും. PR കൊടുത്തത് എനിക്ക് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ 16 ലക്ഷത്തോളം PR കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മാസം ആഴ്ചയില 7 ദിവസം ആകുമ്പോഴത്തേക്ക് പൈസ കൊടുക്കും. ബിഗ് ബോസിൽ നിന്ന് അവർ ബാങ്കിൽ ഇട്ട് കൊടുക്കും. അതേ നിന്നാണ് ഇവന് കൊടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ പുള്ളിക്കാരൻ മാത്രമല്ല, എഡിറ്റ് ചെയ്യാൻ പ്രത്യേക ആൾക്കാരുണ്ട്, കൊച്ചു കൊച്ചു ക്ലിപ്പും കാര്യങ്ങളും ഇട്ട് സെൻറ്റിമെൻറ്റ്സ് ഇറക്കാൻ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളുണ്ട് PR കാർക്കൊക്കെ. എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തിന് ഇവന് മാത്രമേ ഉള്ളായിരുന്നു PR ഇല്ലാത്തത്. ആണോ സന്തോഷം ചേട്ടാ, അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് എന്നായിരുന്നു കാണാൻ പറ്റാനോ മീറ്റിംഗ് ഒക്കെ ഉണ്ടല്ലേ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് നമ്മൾ നേരിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഇതിനെപ്പറ്റി ഞാൻ ഇതിനകത്തുള്ളവരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് അതിന് കാശ് കൊടുക്കണമെന്ന്. അപ്പൊ എത്ര കൊടുക്കണം? നല്ല എമൗണ്ട്. അതിന് എത്ര കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അതിനൊരു ഫെയിം ഉള്ളതുകൊണ്ട് കൊടുക്കണ്ട. അല്ലാതെ മുന്നേക്ക് ഉണ്ടായിരുന്നവർക്ക് ഇത്ര എമൗണ്ട് കൊടുത്തു, ഇത്ര എമൗണ്ട് വലിയ ഹ്യൂജ് എമൗണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. ഈ എമൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഒരു ലഡ് വരാത്ത കുട്ടികള് അല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ചേട്ടാ? വേണ്ടാന്ന് പറഞ്ഞു. ഇല്ല, അനു കൊടുത്തേ പറ്റുള്ളൂ, കൊടുക്കണം. കാരണം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വെറുതെ അനുവിന് വേണ്ടി വന്നിട്ട് ചെയ്യുന്ന ആൾക്കാരല്ല, കാശ് കൊടുത്തല്ലേ ചെയ്യുള്ളൂ. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അനു പോസിറ്റീവോ നെഗറ്റീവോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു PR-നെ ഞാൻ അതെ ഞാൻ കണ്ടിട്ട് കൂടിയില്ല. അയാൾ ആരാന്ന് എനിക്ക് അറിയത്തിണ്ടായില്ല. വിളിക്കുന്ന അയാൾ നല്ലൊരു PR, നന്നായി പണിയെടുക്കുന്ന PR എന്നൊക്കെ പറഞ്ഞപ്പോ ഓക്കെ ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചു. അപ്പൊ പുള്ളി എനിക്ക് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. കാരണം പുള്ളി വേറെ ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ തന്നെ, അതിനകത്തുള്ള എല്ലാവരും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു പുള്ളിയെ. ഞാനൊരു കാര്യം പറയാം, PR ഞാൻ പറയാം, ഇതുപോലെ പണിയെടുത്തവൻ എൻ്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറയാം, അനുവിൻ്റെ ഒരു വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷയം സംസാരിച്ചപ്പോൾ പുള്ളി എന്നെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ബ്രോ ഭാവി എന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. എനിക്ക് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ശരിയാണല്ലോ, ഞാനതങ്ങ് ആലോചിച്ചില്ല. നമ്മൾ ഷോ റിവ്യൂ അത് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, അവർക്ക് ഇനിയൊരു ഫ്യൂച്ചറുണ്ട്. അതെന്നോട് ഒറ്റ കാര്യം പറഞ്ഞോളൂ. എനിക്കത് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്ത് ഞാൻ പറഞ്ഞു ഓക്കെ ബ്രോ, ഞാൻ പെട്ടെന്നുള്ള ഇതിലങ്ങ് ഇതായി പോയതാണ്, എനിക്കത് മനസ്സിലായി. അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ചിലപ്പോൾ അതൊരു പ്രശ്നമാകും. പുള്ളി എന്നോടത് സംസാരിച്ച് ഞാനത് അപ്പം തന്നെ അത് മാറ്റുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ആ റിവ്യൂ കണ്ടവർക്ക് നല്ല രീതിയിൽ അറിയാം. ഞാൻ എല്ലാ കാര്യങ്ങളും തപ്പി പിടിച്ച് കൊണ്ടുവന്നപ്പം പുള്ളി എന്നോട് ഒറ്റ കാര്യമില്ല. എനിക്കൊന്ന് പുള്ളി അനുമോടെ കേസ് കേട്ടില്ല, ഒരാളോട് മാത്രമേ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ അത് എന്നോട് മാത്രമാണ്. ഞാനത് ഓക്കെ ബ്രോ, അത് ചിന്തിക്കുമ്പോൾ ശരിയാണ്. അവർക്ക് അമ്മ, ചേച്ചി ഇവരെല്ലാവരും ഉണ്ട്. ആലോചിക്കുമ്പോൾ അത് ശരി തന്നെയാണെന്ന് തോന്നി. എനിക്ക് പിന്നെ അതിപ്പോൾ മാറ്റാൻ പറ്റി. ഞാനത് മാറ്റിയതാണ്. ഓക്കെ, പിന്നെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്യും, ഇടയ്ക്ക് ട്രോളൊക്കെ ചെയ്യും. പിന്നെ ജിസേലി വിഷയങ്ങളിലൊക്കെ ആ ഒരു കിസ്സിങ് സീൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പല ആൾക്കാരും ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഈ പറയുന്ന ഇവിടെ PR വരെ എന്നോട് പറഞ്ഞൊരു കാര്യം, അങ്ങനൊരു സംഭവമേ ഇല്ല ബ്രോ, ഉണ്ടായിട്ടില്ല, കിസ് നടന്നിട്ടില്ല, അത് അനുമോള് പറഞ്ഞത് കള്ളവാ, അതും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സായിയും ഞാനും മാത്രമേ അതിനെക്കുറിച്ച് സംസാരിച്ചുള്ളൂ. അതിനകത്തെ എഡിറ്റ് ചെയ്ത ആൾക്കാരുടെ എല്ലാം പുള്ളിയൊക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടുത്തെ ബ്ലോഗർമാരും റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരും അനുമോളുള്ള സ്നേഹം കൊണ്ട് അനുമോളെ ബൂസ്റ്റ് ചെയ്ത് ജിസേലിനെ ആര്യനെയും മോശമാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഡാനി പറഞ്ഞ കറക്റ്റാണ്. അത് എന്നോട് സമ്മതിക്കുകയും ചെയ്തൊരു കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. ഓക്കെ, ൊക്കെ ഇരുന്ന് ഇപ്പൊ കൂടുതലും പിള്ളേരാണല്ലോ ഫാൻസ്. അപ്പോൾ അങ്ങനെ കാണും 24 മണിക്കൂർ ഫുൾ ടൈം 24 മണിക്കൂറും ടോയ്ലറ്റ് പോലും പോകാണ്ടിരുന്ന് കാണുന്നവര് അങ്ങനെ ഇരിക്കുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അതിനെ പറ്റി എന്താ സംഭവം. അതെന്ന് പറഞ്ഞാൽ PR-നെ വെച്ച് കഴിഞ്ഞാൽ PR കുറെ പേരെ ഇതിന് കാശ് കൊടുത്ത് കുറെ പേര് ഇരുത്തും 24 മണിക്കൂറും ലൈവ് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. അത് റെക്കോർഡ് ചെയ്തിട്ട് അനുവിന്റെ നല്ല ഭാഗങ്ങളും പോസിറ്റീവ് സൈഡും മാത്രം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിടും. പിന്നെ അനുവിന്റെ കുറച്ച് നല്ല വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വൈറലാക്കി തരും. പിന്നെ അനുവിന്റെ പേജിൽ ഇടാൻ വേണ്ടിയിട്ട് ആക്കി തരും. അനു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല വീഡിയോസ് ചെയ്യുമെന്ന് ഓർത്തുണ്ട്. എപ്പിസോഡിനകത്ത് ചിലപ്പോൾ 1 hour എപ്പിസോഡിനകത്ത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ 24 മണിക്കൂർ എപ്പിസോഡിനകത്ത് അനു ചെയ്ത നല്ല കാര്യം അതിനകത്ത് കാണും. അപ്പൊ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു PR-നെ പണിയെടുക്കുന്ന PR വേണം അനു വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പണിയെടുക്കുന്ന PR ഉണ്ടെന്ന് വെച്ചാൽ അതിന് മുന്നേ എനിക്ക് ഈ കോൾ വിളിക്കുമല്ലോ, ഈ സീസൺ ബിഗ് ബോസിൽ അനുമോൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഒരു 25 പേര് എന്നെ വിളിച്ചു. അപ്പൊ ഈ വന്നവര് PR എന്നുള്ള കാര്യം പിന്നെ എനിക്ക് മനസ്സിലായത്. അപ്പം അനു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ എന്തിനും പോകും, ഇനി ആൾക്കാർക്ക് ഫാൻസുണ്ട്, ഫാൻസ് ചെയ്യാൻ വേണ്ടിട്ടൊന്ന്. പിന്നീട് മനസ്സിലായത് ഇപ്പൊ റോബിന്റെ ഞങ്ങളാ ചെയ്തത്, ഇനി ആളുടെ ഞങ്ങളാ ചെയ്ത. അഖിൽമാരാർ റോബിന
ജിൻഡോ, അനുമോള് ഇതെല്ലാം ചെയ്ത ഒറ്റ ഒരാളാണ്. ആ ആൾക്ക് കപ്പ് കിട്ടിയിട്ടുമുണ്ട്. അതങ്ങനെയാണ്, കാരണം പണി നല്ല രീതിയിൽ എടുക്കാൻ അറിയാം. എനിക്ക് ബിഗ് ബോസ് വിന്നർ എനിക്ക് കിട്ടിയിട്ട് അങ്ങനെ പറയല്ലേ, കാരണം ഉള്ളിൽ എനിക്ക് ബിഗ് ബോസ് വിന്നർ ഞാൻ അത് ആയില്ല എന്ന് വിചാരിച്ചു. ഞാൻ എന്നാലും ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞ കാര്യമാണ്. അല്ല, എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, അവര് പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ഞാൻ വിന്നർ ആയില്ലായിരുന്നെങ്കിലും എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വിന്നർ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തതും സർവീസ് ചെയ്ത് വന്നത് ഞാൻ ഒറ്റ ഒരാളാണ്. മാത്രം അവിടെ PR കൊടുത്തിട്ടുള്ളൂ. എല്ലാരും കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് വന്ന എല്ലാരും ഇങ്ങനെ ബിഗ് ബോസ് പോകുമ്പോ PR കൊടുക്കുക അതൊക്കെ ഒരു നോർമൽ രീതിയാണ്. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ, കാരണം പുതിയ സീസണും കൂടെ എത്തുകയാണ്. ആ ബിഗ് ബോസ് സീസണിലുള്ള എല്ലാവരും എനിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ വിളിച്ചപ്പോ എന്നോട് അനു PR ആര് ചെയ്യുന്നത്, PR എന്ന് പറഞ്ഞാൽ എന്താ എനിക്കറിയില്ല. അപ്പൊ അനു PR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനു ഇപ്പൊ PR സെക്കൻഡും കിട്ടിയ ആൾക്കാരെ ആ ഫാമിലിയിൽ 100 ദിവസം ഒരുമിച്ച് താമസിച്ച ഒരാളെ കോമ്പോ അല്ല അനു തങ്കു എന്ന് പറഞ്ഞൊരു കോമ്പോ. ഇത് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഭയങ്കരമായിട്ട് സന്തോഷിച്ച, നമുക്ക് എന്താ പറയുക, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പോ ആണ് അനു തങ്കു. അനു ഫുൾ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഫുൾ ബിഗ് ബോസ് കണ്ടിരുന്നോ? ഞാൻ കാണുന്നത് കുറച്ച് എപ്പിസോഡ് ഞാൻ TV ഇത് 1 hour കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇവർ എന്നെ പറ്റി ഒന്നും ഇടുന്നില്ല എന്നുള്ളത്. എനിക്ക് ബോറടിച്ചു, പിന്നെ ഞാൻ കണ്ടില്ല. ഇല്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ വെറുക്കൂന്ന് എനിക്ക് മനസ്സിലായി. ബിഗ് ബോസിന്റെ എപ്പിസോഡ് ഞാനൊരു 10 എപ്പിസോഡ് ഇരുന്ന് കണ്ടപ്പോ എനിക്ക് ഒരു ഒറ്റ കാര്യം മനസ്സിലായി, എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ വെറുക്കുന്നതെന്ന്. എന്താ? കാരണം അതിൽ എന്റെ നെഗറ്റീവ് മാത്രമേ ഇടുന്നുള്ളൂ, അത് തൊട്ട് മുമ്പുള്ളതോ അതിന് ശേഷമുള്ള ഒന്നും ഇടുന്നില്ല. അവിടെ നടക്കുന്ന 24 hours എല്ലാം ഇടാൻ പറ്റത്തില്ലല്ലോ ഒന്നത്തെ കാര്യം. അപ്പൊ കട്ട് ചെയ്ത് കുറച്ച് അവർക്ക് ആവശ്യമുള്ള കണ്ടന്റ് മാത്രമേ ഇടുന്നു. ഏതെങ്കിലും ഒരു സീക്വൻസ് അത് കാണിച്ചിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ടാവും. അത് റോങ് ആണ് കേട്ടോ. അത് പറയുമ്പോൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എൻ്റെ അനുമോളെ 24/7 അനുമോളെ മാത്രം കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിൽക്കുന്ന ക്യാമറ പല രീതിയിലാണ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് അനുമോൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അനുമോളെ മാത്രം കാണിച്ചുകൊണ്ടിരിക്കത്തില്ല. അതിപ്പോ നിങ്ങളുടെ മാത്രമല്ല, പല ആൾക്കാരുടെയും മിസ്സായി കാണും. അത് ഇഷ്ടം എല്ലാ എപ്പിസോഡിലും ഉണ്ട് ചേച്ചി. എന്നാലും ഒരെണ്ണം പറ. എന്നാലും ഉണ്ട്, എല്ലാ എപ്പിസോഡിലും ഉണ്ട്. അത്രയും വാരി വെതറിയുന്ന കുട്ടിയെ നിങ്ങൾ ഇഷ്ടംപടി ഉണ്ട്. ഒരു PR-നെ ഏൽപ്പിച്ചു എന്നതിന്റെ പേരിൽ ഒരുപാട് പഴികൾ കേട്ടിട്ടുണ്ട്. ശരിക്കും ആ ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ എന്ന് പറഞ്ഞാൽ സ്റ്റാർഡം അനുവിനെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞ അനുസമ്മതിക്കാൻ. എൻജോയ് ഒക്കെ ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യും. പിന്നെ അനുമോള് തന്നെ അതിശയിച്ചു പോയതാണ് ഞാൻ അറിഞ്ഞത്. നമ്മുടെ ഒരു സുഹൃത്തിനെയൊക്കെ വിളിച്ചു പറഞ്ഞത്, നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെ ഞാൻ ഒട്ടും വിശ്വസിച്ചില്ലെന്നാണ് അനുമോള് പറയുകയൊക്കെ ചെയ്തത്. എഴുതി വെച്ചിട്ടുള്ളത് ജോൾസിന് ഇപ്പൊ സിഗ്നൽ വരും. ജോൾസിന് ഇപ്പൊ ഏകദേശം സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അത്ര ഇപ്പൊ നിങ്ങൾ അറിഞ്ഞാൽ മതി. അല്ല, ഞാൻ ചോദിക്കട്ടെ, ലൈക്ക് അദ്ദേഹം ഇൻഡസ്ട്രിയിൽ തന്നെ എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ അങ്ങനത്തെ ഒരാളല്ലേ നമ്മൾ നോക്കുള്ളൂ? അങ്ങനെയൊന്നുമില്ല, ഇത്രയും നാൾ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ എന്റെ അച്ഛനമ്മയും പറയുന്ന പോലെ അല്ലല്ലോ ഞാൻ കേട്ടത്. കേൾക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോ ഞാൻ കേൾക്കും, അല്ലാതെ നീ അഭിനയിക്കേണ്ട നിർത്തിക്കോന്ന് പറയാൻ അങ്ങനെ പറയില്ല. പറഞ്ഞാലേ നിർത്തത്തില്ല. കാരണം ഇത് ഈ ഒരു ഭാഗ്യമൊക്കെ കിട്ടുന്നത് റെയർ ആയിട്ടേ കിട്ടുള്ളൂ. അപ്പൊ ദൈവമായിട്ട് നമുക്ക് തന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ആയർനാട് എന്ന് പറഞ്ഞൊരു വില്ലേജില് ഈ ഒരു സ്ഥലത്ത് ഓടിച്ച് കളിച്ച് ചിരിച്ച് നടന്നാൽ പെട്ടെന്ന് എനിക്ക് ദൈവമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കഴിവ് തരുന്നു. കഴിവെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ അത്ര ഹാർഡ് വർക്ക് ചെയ്തു, അതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നു. പിന്നെ അത് നല്ലൊരു സമയം ആയതുകൊണ്ട്, എന്റെ നല്ല സമയം, എന്റെ ഭാഗ്യം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. കഴിവ് മാത്രമല്ല, ഭാഗ്യം കൂടി ഉള്ളതുകൊണ്ടാണ്. അപ്പൊ പിന്നെ ആ ഒരു കഴിവും ഭാഗ്യമൊന്നും ഞാൻ കളയാൻ സമ്മതിക്കത്തില്ല. അപ്പൊ നല്ല കാര്യം തന്നെ. എന്തായാലും അധികം വൈകാതെ ജോത്സ്യം പറഞ്ഞ പോലെ നമുക്ക് കല്യാണം ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷത്തിനുള്ളിൽ കല്യാണം പെട്ടെന്ന് പ്രായമൊക്കെ വരില്ലേ, കല്യാണം കഴിക്കണ്ടേ. ഇതാരെ പറയണേ? അനുവിന് ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്ന, എന്റെ മനസ്സിൽ നിന്ന് വരുന്ന ഇപ്പോഴത്തെ ഒരു ഇൻസ്റ്റന്റ് ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഏറ്റവും ഫേവറേറ്റ് കോംബോ അനുവിന്റെ ആരാ? ഓപ്ഷൻ A അനു തങ്കു, ഓപ്ഷൻ B അനു അനീഷ്. അനു തങ്കു അതേ ഉള്ളു. അനീഷുമായിട്ട് എന്തിനാണ് കമ്പയർ ചെയ്ത് ചോദിക്കുന്നത് ഞാൻ ആലോചിച്ച് പോകുന്നത്. ഓക്കെ, എന്തായാലും കല്യാണം കാണാനിടയായി. എനിക്ക് അച്ഛൻ്റെ കാര്യമാണ് ഇപ്പോഴും ഓർമ്മ വരുന്നത്. എന്തായാലും ഹാപ്പി, സന്തോഷമായിട്ട് ജീവിക്കട്ടെ, നല്ല രീതിയിൽ പോകട്ടെ. ശത്രുക്കൾക്കൊക്കെ ഒരു അടിയായിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട്. എന്തായാലും ഹാപ്പി ആയിട്ടിരി. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.